പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ ഓശാന ഞായറാഴ്ച ദിനം ഇതാ ഈശോ നിന്റെ മുമ്പിൽ വന്ന് നിന്ന് നിന്നോട് ചോദിക്കുന്നൊരു പ്രസക്തമായ ചോദ്യം നീ മനസ്സിൽ കാണണം. നിന്റെ മുമ്പിൽ ഈശോ ഇതാ നിൽക്കുന്നു. ഓശാന ജൈവിളികളുടെ മധ്യേ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഈശോ, നിന്റെ മുമ്പിൽ ഈശോ നിന്ന് നിന്നോട് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത്? പലപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഒരുപക്ഷെ ചില വ്യക്തികൾക്കായിരിക്കും. ചില വ്യക്തികൾക്ക് അത്രമേൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഇതാ ഈശോ നിന്നോട് പറയുന്നു, നീ വളരെ ശ്രദ്ധിക്കണം. നീ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്തിനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. യേശുവാണ് നിന്റെ രക്ഷകനും രാജാവും. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതോ ഏതെങ്കിലും വ്യക്തികൾക്കാണോ നീ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില ആളുകൾ, ചില വ്യക്തികൾ നിന്റെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവും. പലപ്പോഴും ചിന്തിക്കും, അവർ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആൾ. നമ്മുടെ സമയവും കാര്യങ്ങളും പലപ്പോഴും ആ ഒരു വിഷയത്തിനും വ്യക്തിക്കും കൊടുക്കാറുണ്ട്. യേശുവിനേക്കാൾ പ്രാധാന്യം നീ അപ്രകാരം ഏതെങ്കിലും വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നിന്റെ വിശ്വാസപരമായി ഒരു വീഴ്ചയാണത്. ഈശോയെ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ പണത്തിനാണോ നീ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്? നിന്റെ ജീവിതത്തിൽ നീ ഒന്നാം സ്ഥാനം സമ്പത്ത്, പണം. നീ ചിന്തിച്ചു നോക്കിക്കേ, പണം പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അത് ഒന്നാം സ്ഥാനത്താവാൻ പാടില്ലല്ലോ. എന്നാൽ പലപ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ അധ്വാനവും നമ്മുടെ സമയവുമെല്ലാം നമ്മൾ ഈ പണത്തെക്കുറിച്ച് ചിന്തിച്ചാണോ ജീവിക്കുന്നത്? ഈശോയെ, നിനക്ക് കൊടുക്കേണ്ട സ്ഥാനം പലപ്പോഴും പണത്തിന് കൊടുത്തിട്ടുണ്ട്, മാപ്പ് ചോദിക്കുന്നു. ഒരു വ്യക്തിയെ ഒരുപക്ഷെ പരിചയപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴുമെല്ലാം ആ വ്യക്തിയിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മൾ പെരുമാറിയിട്ടുണ്ട്. ഇയാളെ കൊണ്ട് എന്ത് ഗുണം, ഇയാളോടുള്ള ബന്ധത്തിൽ എനിക്ക് എന്ത് മെച്ചം? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തികളെ വസ്തുവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സമയം ഈ ഓശാന ഞായറാഴ്ച ഈശോയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ചില അധികാരങ്ങൾ, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത. കർത്താവ് നമുക്ക് പല കഴിവുകൾ തന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ പ്രസംഗിക്കാനും പാട്ടുപാടാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കുടുംബനാഥനും കുടുംബനാഥയും നിനക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ. അത് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, തന്നത് മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കപ്പെടാനുള്ളതാണ് തന്നത്. കർത്താവേ, പലപ്പോഴും ഈ കഴിവുകൾ കൊണ്ട് പലപ്പോഴും ഞാൻ എന്തോ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ അവകാശത്തിൽ പെട്ടതല്ല. തമ്പുരാൻ കർത്താവിൻ്റെ ഔദാര്യമാണിത്. ഓ കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെയാണ് കർത്താവെ ഞാൻ സമർപ്പിക്കുന്നത്. പലപ്പോഴും വിശ്വാസ മേഖലയിൽ തെറ്റുപറ്റിപ്പോയി. 24 മണിക്കൂറും മക്കളെക്കുറിച്ച് മാത്രം, ജീവിത പങ്കാളിയെക്കുറിച്ച് മാത്രം, എൻ്റെ വീട്, എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ പണം,
എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചു. കർത്താവേ, അങ്ങേക്ക് നൽകേണ്ട പ്രാധാന്യം ഞാൻ നൽകിയില്ല, മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചോളൂ. നീ നിന്നെ തന്നെ സമർപ്പിക്കും, നിന്റെ ശരീരം, മനസ്സ്, ആത്മാവ്. കർത്താവെ, ഞാനെന്ന ഒരു വ്യക്തിയെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ ഞാൻ അടിയറവ് വയ്ക്കുന്നു. കർത്താവെ, അങ്ങ് തന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എനിക്ക് പറ്റിപ്പോയ തെറ്റുകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മേൽ അങ്ങ് കരുണയായിരിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അങ്ങ് കരുണയായിരിക്കണം. കർത്താവെ, അങ്ങ് എന്നിൽ ഇടപെടണം. എന്നെ ഒരിക്കലും തള്ളിക്കളയല്ലേ. എനിക്ക് ഒത്തിരി തെറ്റുകൾ പറ്റിപ്പോയി. കർത്താവെ, മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഓശാന ദിനത്തിൽ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തിൻ്റെ ഈ ഈരടികൾ പാടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കർത്താവെ, എൻ്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. മനസ്സിലെ വികാര വിചാരങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഓ കർത്താവെ, എന്നെ തന്നെ സമർപ്പിക്കുന്നു. കണ്ണുകളടച്ച് 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, കർത്താവെ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ചേർന്ന് പാടാമോ എല്ലാവരും? നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു. ഓ കർത്താവേ, കാഴ്ചയായി അർപ്പിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത്, നാഥാ നീ കൈക്കൊള്ളണമേ, നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. ചേർന്ന് ഒച്ചത്തി പാടിക്കേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. 2 കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച്, നാഥാ നീ മാറ്റണമേ, നാഥാ നീ മാറ്റേണമേ. കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് പാടിക്കോ. എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. ചേർന്ന് പാടിക്കേ. നാഥാ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും തങ്ങളുടെ ജീവിതം ഒന്ന് സമർപ്പിച്ച് യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ച്, നമ്മുടെ ഭാരവും നമ്മുടെ ദുഃഖവും നമ്മുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മളെന്താണോ അത് ഈശോയ്ക്ക് കൊടുത്ത് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവിന്റെ ആത്മാവരമായി ഇടപെടട്ടെ. ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന.
കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന കർത്താവേ യേശുവേ യേശുവേ. നെറ്റിയില് കുരിശടയാളം വരച്ച് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ എല്ലാ ജീവിത വഴികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചോളൂ. നമ്മളിങ്ങനെ ഈ സമർപ്പണ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒത്തിരി പേരോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന സമയം കൂടെയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്റെ ഈശോ നിന്നോട് സംസാരിക്കുന്നുണ്ട്. യെസ്, വളരെ വ്യക്തമായി നിന്റെ മുമ്പിൽ വന്ന് ഈശോ നിന്നോട് സംസാരിക്കുകയാണ്. നീ ഈശോയ്ക്ക് നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോ നിന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധയോടെ കേൾക്കണം. ഈശോ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ചില സമയങ്ങളിൽ നിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ നിന്റെ അഭിഷേകം പോയത്? ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനത്ത് വേറെ ചില കാര്യങ്ങൾ വന്നതുകൊണ്ടല്ലേ നിന്റെ കുടുംബത്തിലെ താളം തെറ്റിയത്? ഈശോ പറയുന്നു, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. യോശാന ഞായർ അതിനുള്ള ദിവസമാണ്. കർത്താവ് നിന്നെ പുനരുദ്ധരിക്കുന്ന ദിവസമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നൽകി ഈ ദിനങ്ങളിലേക്ക് നിന്നെ ബലപ്പെടുത്തുന്ന ദിവസമാണ്. ഭൗതിക ആഗ്രഹങ്ങളല്ല, മറിച്ച് ആത്മീയമായി ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കണം. ഞാൻ എന്ന വ്യക്തി എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ എന്താണ് അവസ്ഥ? ഞാൻ എന്ന വ്യക്തി, എന്നെ ദൈവം സൃഷ്ടിച്ച് ഇന്ന് ഈ പോട്ടാശ്രമത്തിലെ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്നെ കർത്താവ് യോഗ്യയാക്കി എങ്കിൽ ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഫലം നൽകാത്ത വൃക്ഷം പോലെയാകുമോ നീ? നിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട അവസരങ്ങളും കൃപകളും ഉപയോഗിക്കാതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ച് നമ്മുടെ എനർജി കളയുന്നുണ്ടോ? ഒരുപക്ഷെ മകനെക്കുറിച്ച് ഭാരമുള്ള വ്യക്തിയാവും, മകളെക്കുറിച്ചായിരിക്കും. നീ 24 മണിക്കൂറും ചിന്തിക്കുന്നതനുസരിച്ച് നിന്റെ തലയ്ക്കകത്തേക്ക് ചിന്തയുടെ ഭാരം കടന്നു വരും. ആ ഭാരം പിന്നീട് അതൊരു പൈശാചിക പീഡയായിട്ട് മാറും, ഉറക്കം നഷ്ടപ്പെടും, ശാരീരിക രോഗങ്ങളായിട്ട് മാറും. എന്നാൽ നിന്റെ മകനെ തന്ന ദൈവത്തിന്, നിന്റെ മകളെ തന്ന ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു ദൈവീക ഇടപെടലുണ്ടാവും. സാമ്പത്തിക ഭാരത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന സഹോദരങ്ങളെ, ഈശോ നിന്നിൽ ഇടപെടുന്നു. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ്. നീ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടുന്നതല്ലത്, മറിച്ച് ദൈവത്തിന് നിന്റെ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവികമായ ഒരു ഇടപെടൽ സംഭവിക്കും. ശാരീരികമായി അപ്രതീക്ഷിതമായ രോഗപീഠ മൂലം വിഷമിക്കുന്ന അനേകരെ കർത്താവ് കാണിച്ചു തരുന്നു. അയ്യോ, എനിക്ക് ഈ രോഗം വന്നല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ, എൻ്റെത്. എന്നാൽ അങ്ങനെയല്ല. ദൈവമറിയാതെ നിന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല സഹോദര സഹോദരി. എൻ്റെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എൻ്റെ കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. പരാതിയും പിറുപിറുപ്പും കുറ്റം പറച്ചിലുമായ ജീവിതം പാഴാക്കരുത്. വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിലരെ കർത്താവ് കാണിച്ചു തരുന്നു. നീ വിഷമിക്കേണ്ട. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും കർത്താവ് നിന്റെ മുമ്പിൽ വഴി നടത്തുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയതുപോലെ നിന്നെയും നടത്തുന്നു. കൃത്യമാണ്, വ്യക്തമാണ്. നീ ഭാരപ്പെടല്ലേ, നീ വിഷമിക്കല്ലേ. ജോലി കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിഷമിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുണ്ടല്ലോ. കർത്താവ് നിന്നോട് പറയുന്നു, നീ വിഷമിക്കല്ലേ. നീ നിന്റെ ആത്മീയ മേഖല ശ്രദ്ധിക്കൂ. നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? പ്രായമായ ചിലരുടെ സങ്കടം കർത്താവ് കാണുന്നു. മക്കൾക്ക് ഞങ്ങളെ വേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ല, നീ ഒറ്റപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് യേശു നിന്റെ കൂടെയുണ്ട്. കാരണം യേശു നിന്റെ രക്ഷകനും നാഥനുമാണ്. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്നെ എന്നും പരിഗണിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചൊരു തീരുമാനമെടുക്കണം. കർത്താവേ,
ഈ ഓശാന ഞായറാഴ്ച ദിവസം ഞാൻ എടുക്കുന്ന തീരുമാനം, എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളതെല്ലാം. എൻ്റെ ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് തന്നത് മാത്രമേ ഉള്ളൂ, അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. എല്ലാം ഈശോയ്ക്ക് കൊടുക്കട്ടെ. കർത്താവിനോട് പറ, കർത്താവേ, അങ്ങ് തന്നത് മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെതായി ഒന്നുമില്ല. നിന്റെ പേരും പ്രശസ്തിയും ജോലിയും സമ്പത്തും കുടുംബവും പാരമ്പര്യവും ബന്ധങ്ങളും എല്ലാം, ഓ കർത്താവേ, അങ്ങ് തന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അത് നിന്റെ കാരുണ്യമാണ്, അത് നിന്റെ കാരുണ്യമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. കർത്താവേ, ഞാൻ നന്ദി പറഞ്ഞ് ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ എന്താണോ അത് അങ്ങയുടെ കരുണയാണ്, ഞാൻ എന്താണോ അത് അങ്ങയുടെ സ്നേഹമാണ്. കർത്താവേ, അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. ഈശോ ആശീർവദിക്കുമ്പോൾ നീ വിശ്വസിക്കണം. ഈ ആശീർവാദം ഈ ഒരാഴ്ച കാലത്തേക്ക് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആത്മീയ വളർച്ചയുടെ ഒരു ആശീർവാദമാണ്. ഒരു കാരണവശാലും ഒരു തടസ്സവും ഈ ദിവസങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ, ആത്മീയമായ അഭിഷേകത്തിൽ നിറയാൻ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് കർത്താവ് നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും ഇടപെടുന്നു. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.